രാജ്യത്ത് ഇനിയും നടക്കാൻ പോകുന്നതൊക്കെ ഈ പറയുന്ന ജനാധിപത്യ സംവിധാനത്തിൻ്റെ യഥാർത്ഥ മുഖം വെളിയിൽ കൊണ്ടുവരുന്ന തെരഞ്ഞെടുപ്പുകളായി. ഇതുവരെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന പലർക്കും അറിയാൻ വയ്യാത്ത പല കാര്യങ്ങളുമുണ്ട്. ഇപ്പം ഈ രാഹുൽ ഗാന്ധി കുറേ കാലങ്ങളായിട്ട്, അതായത് 10 കൊല്ലമായിട്ട് തുടർച്ചയായിട്ട് അധികാരത്തിൽ വരാതിരുന്ന ഒരു പാർട്ടി മാത്രമാണ് കോൺഗ്രസ്. 55 കൊല്ലം അവർ ഭരിച്ചിരിക്കുന്നു വ്യക്തമായിട്ട്. അതിനകത്ത് ചില ഘട്ടങ്ങളിൽ മാത്രം 1-2 കൊല്ലം അല്ലെ 5 കൊല്ലം BJPയോ VP സിംഗോ അല്ലെങ്കിൽ ചന്ദ്രശേഖരോ ഒക്കെ വന്നിരിക്കുന്നത് വീണ്ടും ഇവരുടെയിലേക്ക് വരുന്നു. അപ്പം ആ സമയത്ത് ഒരുപക്ഷെ ഇതിന് നേരത്തെ ഇയാൾ ഈ കൊള്ളയുടെ കാര്യവും വോട്ട് കൊള്ളയുടെ കാര്യവും മെഷീൻ്റെ കാര്യവും ഒക്കെ പറയുമ്പം ഇത്രയും ആധുനികമല്ലാത്ത സമയത്ത് മെഷീനകത്ത് കുഴപ്പം കാണിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിൽ ആരാ മെഷീൻ കൊണ്ടുവന്നത്? ഇയാളുടെ അച്ഛനാ മെഷീൻ കൊണ്ടുവരുന്നത്. ആരാ? രാജീവ് ഗാന്ധി ഈ സംവിധാനത്തിൽ കൊണ്ടുവരുന്നത്. നമ്മുടെ വാജ്പേയി ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറഞ്ഞിട്ടൊരു മുദ്രാവാക്യത്തിൽ രണ്ടാമത്തെ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി ശ്രമിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു അധികാരത്തിൽ വരുമെന്ന്. വാജ്പേയി അധികാരത്തിൽ വന്നില്ല. അറിയാം, BJPയുടെ രണ്ടാമത്തെ ഗവൺമെന്റ് മോശമായ ഗവൺമെന്റ് ആയിട്ടല്ല, അതിനകത്ത് ഈ പറഞ്ഞ അട്ടിമറി ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം ഇവർ നടത്തിയിരുന്നു. ഇതെല്ലാം ഇവർ നടത്തിയിരുന്നു. കാശ്മീരിൽ ഇപ്പൊ 62% പോളിംഗ് നടന്നിട്ട് അവിടെ അധികാരത്തിൽ അല്ലെങ്കിൽ ആര് വന്നാലും ഇപ്പം സുപ്രീം കോടതി പറഞ്ഞു 60%. നേരത്തെ അവിടെ 5% പോലും നടക്കുന്നത്. എന്നാണ് അവിടുത്തെ ഇലക്ഷനെ ബഹിഷ്കരിച്ചു തുടങ്ങിയെന്നറിയോ? 1997 ആണോ ഏതോ അതിന്റെ ഡേറ്റ് എനിക്കറിയാം. ആ സമയത്ത് കാശ്മീരിൽ യഥാർത്ഥത്തിൽ വോട്ട് ചെയ്തതല്ലാതെ അവിടെ അട്ടിമറി നടത്തി കോൺഗ്രസ് അധികാരത്തിൽ വന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.